السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ذلك الفضل من الله وكفى بالله عليما. إذا أنت لم ترحل بزاد من التقى ولاقيت بعد الموت من قد تزودا ندمت على أن لا تكونا بمثله وأنك لم ترصد كما كان أرصدا. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വലമ്പൂരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ വിജ്ഞാന സദസ്സിൻ്റെ വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വിലയേറിയ നിമിഷങ്ങളെയും സമയങ്ങളെയും അവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ സ്വർഗം ലഭ്യമായിത്തീരുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ ദോഷങ്ങളും ഈ മഹത്തായ വേദി വിട്ട് പിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കെല്ലാം പുറത്തു തരികയും നമ്മയെല്ലാം അവൻ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആമുഖമില്ലാതെ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോക സമൂഹത്തിന് വെളിച്ചം പകർന്ന മതമാണ് അല്ലാഹുവിൻ്റെ മതമായ ദീനുൽ ഇസ്ലാം. ഈ ലോകത്തേക്ക് മനുഷ്യവാസം ആരംഭിച്ചത്
നമ്മുടെയെല്ലാം മാതാപിതാക്കളായ ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഈ ഭൂമിയിൽ വാസം തുടങ്ങിയ കാലഘട്ടം മുതൽക്കാണ് എന്ന് ഇസ്ലാമിന്റെ പ്രാഥമിക പാഠങ്ങളെങ്കിലും അറിയുന്ന ഒരാളോടും വിശദീകരിക്കേണ്ടതില്ല. ഈ ഭൂമിയിലേക്ക് ആ മഹാന്മാർ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ, അവരെ ഇങ്ങോട്ട് അയക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അവരോട് പറഞ്ഞിരുന്നു, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ യാഥാർത്ഥ്യമാണിത്. ഭൂമിയിലേക്ക് ഇറങ്ങുന്ന അവരോട്, ആദിമ മനുഷ്യനോട്, ആദിമ സ്ത്രീയോട് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗദർശനം വന്നുകൊണ്ടിരിക്കും എന്നാണ്. എന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാർഗദർശനങ്ങളെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കുകയില്ല എന്നും തുടർന്നുകൊണ്ട് അല്ലാഹു അറിയിക്കുകയുണ്ടായി. അതേ അവസരത്തിൽ എന്റെ മാർഗദർശനങ്ങൾ ലഭ്യമായതിന്റെ ശേഷവും അതിനെ നിഷേധിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം നരകവാസികളായിരിക്കും, അവർ അതിൽ നിത്യവാസികളുമായിരിക്കും എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. ഇവിടെ സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മുടെയൊക്കെ ബാധ്യത എന്താണ്? അല്ലാഹുവിങ്കൽ നിന്ന് സന്മാർഗം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണല്ലോ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതിന് അല്ലാഹുവിന് ചില രീതികളുണ്ട്. അല്ലാഹു അവന്റെ മനുഷ്യരിൽ നിന്ന് അവൻ ചില റസൂലുകളെ, പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നു. അവർക്കവൻ വഹയി നൽകുന്നു. അതുപോലെ തന്നെ അവർക്ക് ദൈവികമായ നിയമങ്ങൾ അടങ്ങുന്ന വേദഗ്രന്ഥങ്ങൾ നൽകുന്നു. ആ നിലക്ക് പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാനായിരിക്കും ഹിദായത്തിന്റെ മാർഗദർശനങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാനുള്ള ഉറവിടം ഞാനാണ്. എന്നിൽ നിന്നാണ് വരിക. എന്നിൽ നിന്ന് വരുന്നതേ സ്വീകരിക്കാവൂ. അതിനെ പിൻപറ്റുന്നവർക്കാണ് രക്ഷ, അതിനെ നിഷേധിക്കുന്നവർക്കാണ് ശിക്ഷ. നാം സാധാരണ പറയാറുണ്ട്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ നമ്മൾ മൂന്നായി പലപ്പോഴും വിഭജിച്ച് പറയാറുണ്ട്. ഒന്ന്, ഏകനായ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന തൗഹീദാണ്. മറ്റൊന്ന്, ആ തൗഹീദ് ഈ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വന്ന മഹത്തുക്കളായ പ്രവാചകന്മാരുടെ റിസാലത്താണ്. ആ പ്രവാചകന്മാരെ അംഗീകരിക്കാത്തവർക്ക്, അവരെ പഠിപ്പിച്ച കാര്യങ്ങളോട് യോജിപ്പില്ലാത്തവർക്ക് മുസ്ലിമായി ജീവിക്കാനാവില്ല. മൂന്നാമതായി, ഈ തൗഹീദും ഈ റിസാലത്തും അംഗീകരിച്ചനുഷ്ഠിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന് ആഖിറത്തിൽ ഏറ്റവും നല്ല നിലക്കുള്ള രക്ഷയുടെ സങ്കേതമായ സ്വർഗമുണ്ട്. ഇതിനെ നിരാകരിക്കുന്നവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷയുടെ പാതാള ലോകമായ നരകമുണ്ട്. ഇങ്ങനെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നിങ്ങനെ വളരെ പ്രാധാന്യപൂർവം നമ്മളെല്ലാവരും ചെറുപ്പകാലം മുതൽക്കേ പ്രാഥമിക വിദ്യ നേടുന്ന സന്ദർഭങ്ങളിൽ തന്നെ നമ്മളൊക്കെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുള്ള യാഥാർത്ഥ്യമാണ്. ഈ മഹത്തായ ദർശനങ്ങൾ മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് നിരന്തരം വന്നപ്പോൾ അതിനെ പിൻപറ്റിക്കൊണ്ട് മഹത്തുക്കളായ കുറെ ആളുകൾ ജീവിച്ച് മരിച്ച് കടന്നുപോയി. അതിനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും വ്യാജമാക്കുകയും ചെയ്തുകൊണ്ട് ഒട്ടേറെ നിഷേധികളും കടന്നുപോയി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ
മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാർ, അതുപോലെ തന്നെ ഈ ദീനിന്റെ എല്ലാ കാര്യങ്ങളെയും മുഖവിലക്കെടുത്തുകൊണ്ട് ദീനാണെന്ന് കേട്ടാൽ അത് മുഴുവനും അംഗീകരിക്കുകയും സത്യസന്ധമായി അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സിദ്ദീഖുകൾ എന്ന് പേരിട്ടപ്പെടുന്ന സത്യസന്ധന്മാരായ മഹാന്മാർ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടുവാനും ത്യാഗം സഹിക്കുവാനും രക്തവും ധനവും നൽകിക്കൊണ്ട് കടന്നുപോയ മഹാന്മാരായ ശുഹദാക്കൾ, അതുപോലെ തന്നെ ഈ ദീനിന്റെ നിയമാവലികളെ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ സൽപ്രവർത്തനങ്ങളുടെ പ്രത്യേകമായ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുക്കി നിർത്തിയ മഹാരഥന്മാരായ സച്ചരിതരായ സാലിഹീങ്ങൾ, ഇങ്ങനെയുള്ള മഹാന്മാർ, ഇവരാണ് രക്ഷപ്പെടുന്നയാളുകൾ. ഈ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂടെ സ്വർഗത്തിലെത്തലാണ് മുസ്ലിമിന്റെ ആഗ്രഹം. പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ രക്ഷാസങ്കേതമായ സ്വർഗത്തിലെത്തലാണ് വിശ്വാസിയുടെ ആഗ്രഹം. അതിന് വേണ്ടതെന്താണെന്ന് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച വചനം അതാണ്. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم مِّنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا ذَلِكَ الْفَضْلُ مِنَ اللَّهِ وَكَفَىٰ بِاللَّهِ عَلِيمًا. ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, അള്ളാഹു അവന്റെ പ്രവാചകരിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണല്ലോ ഇസ്ലാം. ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ പ്രവാചകന്മാരുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും സ്വർഗത്തിൽ. സ്വർഗത്തിൽ അവർ എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു മഹത്തായ രൂപത്തിലുള്ള പ്രത്യേകമായ പദവിയിലെത്തുക എന്നത് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഫളലാണ്. വകഫാ ബില്ലാഹി അലീമ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആ വിഷയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് യഥാർത്ഥമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഞങ്ങളാണെന്ന് ലോകത്ത് പലരും ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളും പറയുന്നു ഞങ്ങളാണ് ഒറിജിനൽ മുസ്ലിമീങ്ങൾ, ഇതാ ഞങ്ങളുടെ കയ്യിലാണ് ഇസ്ലാമുള്ളത്, ഞങ്ങളാണ് ഇസ്ലാമിന്റെ വക്താക്കൾ, ഞങ്ങളാണ് ഇസ്ലാമിനെ സമ്പൂർണമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നവർ എന്നൊക്കെ പലരും അവകാശവാദം ഉന്നയിക്കുകയാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു മനുഷ്യനും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവരൊക്കെ അതിന്റെ ആളുകളാകും എന്നതിനർത്ഥമില്ല. അവകാശവാദക്കാരൊക്കെ അതിന്റെ ആളുകളായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആയിത്തീരുകയാണെങ്കിൽ യഹൂദികളായിരിക്കും സ്വർഗത്തിൽ കയറുന്ന കക്ഷി, നസറാനികളായിരിക്കും സ്വർഗത്തിലെത്തുന്ന കക്ഷി. കാരണം അവരൊക്കെ ഞങ്ങളാണ് സത്യത്തിന്റെ വക്താക്കൾ എന്ന് അവകാശവാദം ഉന്നയിച്ചവരാണ്. യഹൂദികളും നസറാനികളും ഒരുപോലെ പറഞ്ഞു. യഹൂദികൾ പറഞ്ഞു, നസറാനികളും പറഞ്ഞു. എന്താ പറഞ്ഞത്? ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. യഹൂദികളുടെയും നസ്രാനികളുടെയും അവകാശവാദം എന്തായിരുന്നു? ലൻ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതേയല്ല, ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ, യഹൂദിയോ നസ്രാനിയോ ആയാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്നാണ് യഹൂദിയും അവകാശപ്പെട്ടത്, നസ്രാനിയും അവകാശപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു, അതവരുടെ വ്യാമോഹം മാത്രമാണ്, അതവരുടെ വെറും പൂതി മാത്രമാണ്. കൊണ്ടുവാടോ, തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവാ. നിങ്ങളാണ് സ്വർഗത്തിന്റെ ആളുകളെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ കൊണ്ടുവരൂ പ്രമാണങ്ങൾ, നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ റബ്ബുൽ ആലമീൻ അവരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്.
അതുപോലെ തന്നെ യഹൂദികൾ അവകാശപ്പെട്ടു, നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, ഞങ്ങൾ അല്ലാഹുവിന്റെ ആൺമക്കളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പുത്രന്മാരാണ്, അവന്റെ സ്നേഹജനങ്ങളാണ്, അവന്റെ ഏറ്റവും ഇഷ്ടക്കാരാണ്, ഞങ്ങൾ നരകത്തിയിൽ പ്രവേശിക്കുകയില്ല. ഇനി അഥവാ ഞങ്ങളെ നരകത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ തന്നെ ലൻ തമസ്സനന്നാർ ഇല്ലാ അയ്യാമം മഅദൂദാ, എണ്ണപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ ഞങ്ങളെ നരകത്തിൽ സ്പർശിക്കുകയില്ല. ഒരല്പ ദിവസങ്ങളൊക്കെ ഞങ്ങളെ നരകത്തിൽ സ്പർശിച്ചുവെന്ന് വരാം, എന്നാൽ ഉടനെ തന്നെ ഞങ്ങളെ അങ്ങ് സ്വർഗത്തിലേക്ക് കടത്തിക്കളയും. ഇങ്ങനെ സ്വർഗത്തിന്റെ കക്ഷികൾ ഞങ്ങളാണ്, നരകം ഞങ്ങളെ സ്പർശിക്കുന്നതേ അല്ല. ഇനി സ്പർശിക്കുകയാണെങ്കിൽ തന്നെ അല്പസമയങ്ങളിലേക്ക് മാത്രമായിരിക്കും എന്നെല്ലാം അവകാശവാദം ഉന്നയിച്ച യഹൂദി, ആ അവകാശവാദം പറഞ്ഞ നസറാനി സ്വർഗക്കാരനാകുമോ, രക്ഷയുടെ വിഭാഗമാകുമോ? ഒരിക്കലും അല്ല. കേവലം കള്ള അവകാശവാദങ്ങളായിരുന്നു അവരുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ അറബ് നാട്ടിലുണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ, കാഫിറുകൾ പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് പോലും നൂറുകണക്കിന് വിഗ്രഹങ്ങളെയും പ്രതിമകളെയും പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തി, ആരാധനകൾ നടത്തി, ബലികൾ കൊടുത്ത് പ്രത്യേകമായ നിലക്കുള്ള ആരാധനാശീലങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അറേബ്യൻ ജനത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റേതും അടക്കമുള്ള വിഗ്രഹങ്ങൾ പരിശുദ്ധ കഅബക്കകത്ത് നാട്ടിവെച്ച അതേ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് അവകാശവാദം പറഞ്ഞു. എന്താ അവരവകാശപ്പെട്ടത്? ഞങ്ങളാണ് ഇബ്രാഹീമി സരണിയുടെ ആളുകൾ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹീമിനെ സ്നേഹിക്കുന്നവർ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹീമി മാർഗത്തിന്റെ പിന്തുടർച്ചക്കാർ എന്ന അവകാശവാദം ഉന്നയിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ അവർക്ക് ശക്തമായ മറുപടി നൽകുകയാണ് ചെയ്തത്. നിങ്ങൾക്കതിന് യോഗ്യതയില്ല. കാരണം എന്താ? ആ ഏതൊരു വിഭാഗത്തെ അവർ അവകാശവാദം ഉന്നയിക്കുന്നുവോ ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാതയിൽ നിന്നവർ ബഹുദൂരം അകലെയാണ്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പാതയിൽ നിന്നവർ ബഹുദൂരം അകലെയാണ്. പിന്നെ നിങ്ങൾക്കെങ്ങനെ ഈ അവകാശവാദം ഉന്നയിക്കാൻ നിവൃത്തിയുണ്ട്, നിങ്ങൾക്ക് സാധ്യമാകും എന്ന് ഖുർആൻ വളരെ വ്യക്തമായ നിലയ്ക്ക് തന്നെ അവരോട് ചോദിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നുമുണ്ട് അവകാശവാദത്തിന്റെ ആളുകൾ. യഥാർത്ഥത്തിൽ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ഒരു കയ്യിൽ ഖുർആൻ എടുത്ത് മറുകൈയിൽ സുന്നത്തുമെടുത്ത് ഖുർആൻ മാത്രം നോക്കിയിട്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഹദീസിൽ എന്താണ് അവനവന് കണ്ടതെങ്കിൽ അത് മാത്രം നോക്കിയിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കലാണോ? ഈ പരിശുദ്ധമായ ഗ്രന്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകൾ, ഇതൊക്കെ നമുക്ക് കിട്ടിയ ഒരു താവഴിയുണ്ട്. പരിശുദ്ധ ഖുർആൻ ആദ്യം ഓതിക്കേട്ട ഒരു സമൂഹമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ ആദ്യമായി കേട്ട ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹമാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. ആ സ്വഹാബത്താണ് ഇസ്ലാമിന്റെ ആദ്യകാല സമൂഹം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരുപാട് കക്ഷികളും ഉപകക്ഷികളും വകുപ്പുകളും ഉപവകുപ്പുകളുമൊക്കെയായി മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷികൾ തിരിയുമ്പോൾ എല്ലാ കക്ഷികളും നരകത്തിയിലേക്കാണ് പോകുന്നത്, ഒരു കക്ഷി ഒഴികെ എന്ന് പറയുകയും ആ കക്ഷിയുടെ ഗുണത്തെ പറ്റി നബി തങ്ങൾ തന്നെ വിശദീകരിക്കുന്നത്, മാ അന അലൈഹിൽ യൗമ വസ്വഹാബീ, ഞാനും എന്റെ സഹാബിമാരും ഇന്ന് നിലക്കൊണ്ടിട്ടുള്ള വിശ്വാസ ആദർശ കാര്യങ്ങളിൽ ഞാനും സഹാബത്തും നിലക്കൊണ്ട യഥാർത്ഥമായ പാതയിൽ ആരാണോ നിലക്കൊള്ളുന്നതെങ്കിൽ അതാണ് ഇസ്ലാം, അതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷാവിഭാഗത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. രക്ഷപ്പെടുന്ന കക്ഷികളൊക്കെയും നബിതങ്ങളെ മുഴുവനായും അംഗീകരിക്കും, സഹാബത്തിനെ മുഴുവനായും അവർ ബഹുമാനിക്കും, ആദരിക്കും. രക്ഷപ്പെടുന്ന കക്ഷികളുടെ പ്രധാനപ്പെട്ട ഗുണമാ പറയുന്നത്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാ നിലക്കും അവർ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. രക്ഷപ്പെട്ട വിഭാഗത്തിനുള്ള ഏറ്റവും വലിയ ഗുണം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ഒന്നിനെപ്പോലും പരിഹസിക്കുകയോ ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ
പരിപൂർണമായും അവർ ഉൾക്കൊള്ളും. രണ്ടാമത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേൾക്കാൻ ആദ്യമായി അവസരം കിട്ടിയ മഹാന്മാരായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, ആ സഹാബാ കിറാമിനെ അവർ എല്ലാവരെയും അവർ ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. അവരിൽ ഒരാളെപ്പോലും ചീത്ത പറയുകയില്ല. അവരെ ഒരു നിലക്കുമുള്ള വിമർശനങ്ങൾക്ക് അവരെ ഉപയോഗിക്കുകയില്ല. ഇതാണ് രണ്ടാമത്തെ ഗുണം. ഇതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബിമാരും എന്നാണല്ലോ പറഞ്ഞത്. അതേ, ആ പാതയിൽ തന്നെ മുന്നോട്ട് പോകലാണ് ഇസ്ലാം. ഈ മാനദണ്ഡത്തിൽ നിന്ന് ആരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടോ, ഈ മാനദണ്ഡത്തോട് ആർക്കെങ്കിലും വിമുഖത തോന്നിയിട്ടുണ്ടോ, ഞാൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, അതെ അവിടുത്തെ സ്വഹാബത്തിനോട് ആർക്കെങ്കിലും വൈമുഖ്യവും വെറുപ്പും നീരസവും അതുപോലെ തന്നെ വിദ്വേഷവും തോന്നിയിട്ടുണ്ടോ, അവന് ഈ ഇസ്ലാമികമായ വൃത്തത്തിൽ ശരിയായ നിലക്കുള്ള സ്ഥാനമില്ല. അവന് ഇസ്ലാമികമായ നിലക്കുള്ള രക്ഷയുടെ വകുപ്പിലേക്ക് അവൻ ഒരിക്കലും എത്താനാവില്ല. മറിച്ചവൻ പഴച്ച് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കക്ഷികളുടെ കൂട്ടത്തിലേക്കാണ് നീങ്ങിപ്പോവുക. ഈ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്റെ പ്രസംഗം തീരുവോളം എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ ആദ്യമേ ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഈ മാനദണ്ഡത്തിൽ നിന്ന് പിരിഞ്ഞുപോയ കക്ഷികൾ, അവരിൽ ആദ്യമായി തന്നെ സംഭവിച്ച വ്യതിയാനം എന്താണ്? അതേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ സത്യസാക്ഷ്യ വചനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പറ്റിയ അബദ്ധം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ ഷഹാദത്ത് കലിമകൾ മനസ്സിലാക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടിയില്ല. അവർ വേറെ ഏതൊക്കെയോ ചില താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചില ആശയങ്ങൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് അവക്കൊപ്പിച്ചുകൊണ്ട് പ്രമാണങ്ങൾ തെരഞ്ഞു. പ്രമാണങ്ങൾ തെരഞ്ഞു കിട്ടാതായപ്പോൾ ഉള്ള പ്രമാണങ്ങളെ വക്രീകരിക്കാൻ നോക്കി, അവയെ ദുർവ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ നോക്കി. പല രൂപത്തിലും പ്രമാണങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന പലതും പുറത്തുനിന്ന് അകത്തോട്ട് കൊണ്ടുവരാനും അവർ ശ്രമം നടത്തി. ഇങ്ങനെ ഉള്ളതിനെ പലതിനെയും ദുർവ്യാഖ്യാനിച്ചും വെട്ടിമാറ്റിയും ഇല്ലാത്ത പലതിനെയും ഇതിന്റെ വൃത്തത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ വലിയ ശ്രമം നടത്തിക്കൊണ്ടും വ്യതിയാനത്തിന്റെ കക്ഷികൾ, പഴച്ചുപോയ കക്ഷികൾ ശ്രമം നടത്തിയപ്പോൾ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ ഈ കക്ഷികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരമങ്ങ് പ്രഖ്യാപിച്ചു പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. ആ വെളിച്ചത്തിൽ നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ അതേ തൗഹീദിൽ നിന്ന് പഴച്ചുപോയ കക്ഷികൾ അവര് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതുപോലെ, സഹാബത്ത് പഠിപ്പിച്ചതുപോലെ ആ മാർഗത്തിലല്ല അവരുള്ളത്. ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയം പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അവനോടൊപ്പം നിങ്ങൾ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുൽ നബിയെ പറയൂ, ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവരിൽ ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ പ്രഖ്യാപിച്ചു. സഹാബത്തിനത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. പ്രവാചക ജീവിതം അങ്ങനെ തന്നെ മാതൃകാപൂർണമായി കാഴ്ചവെച്ചു. സഹാബിമാര് മുഴുവനും അതിനെ അങ്ങ് പിന്തുടർന്നുകൊണ്ട് ജീവിച്ചു. അവരുടെ ജീവിതത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായ ഒരു ശക്തിയെയും അവര് കണ്ടില്ല. പടച്ച റബ്ബല്ലാതെ ഒരാളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബിമാരോ പ്രാർത്ഥിച്ചില്ല. നേർച്ച വഴിപാടുകൾ റബ്ബല്ലാത്തവരിലേക്ക് അവർ തിരിച്ചു വിട്ടില്ല. റബ്ബല്ലാത്തവരുടെ പേരിൽ അവർ ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞില്ല. റബ്ബിന് വേണ്ടിയല്ലാതെ അവർ ബലിയർപ്പണങ്ങൾ നടത്തിയില്ല. റബ്ബിന് വേണ്ടിയല്ലാതെ അവർ സുജൂദ് ചെയ്തില്ല. റബ്ബിന്റെ വിശുദ്ധമായ ഭവനത്തിന്റെ ചുറ്റുമല്ലാതെ അവർ തവാഫ് നടത്തിയില്ല.
ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി തന്നെ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തോട് പറഞ്ഞു. റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്താണ് കാരണം? അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും പറഞ്ഞ യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറാ വസ്സമാഅ ബിനാആ. അല്ലാഹയാണ് നിങ്ങൾക്ക് ഭൂമിയെ നിവാസയോഗ്യമാക്കി തന്നത്. അല്ലാഹയാണ് നിങ്ങൾക്ക് ഭൂമിയെ നിവാസയോഗ്യമാക്കി തന്നത്. ആകാശത്തെ ഒരെടുപ്പെന്ന നിലയ്ക്ക് എടുത്തു തന്നത്. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും. നിങ്ങൾക്ക് രൂപം നൽകിയതും നിങ്ങളുടെ രൂപങ്ങളെ നന്നാക്കിയതും അവൻ മാത്രമാണ്. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. നല്ല നല്ല വസ്തുക്കളിൽ നിങ്ങൾക്ക് വിഭവങ്ങളായി നൽകിയതും അവൻ മാത്രമാണ്. അതുകൊണ്ട് ദാലിക്കുമുല്ലാഹ്, അവനത്രേ അല്ലാഹു. റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അവനത്രേ. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ ഹുവൽ ഹയ്യു. അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാഹു. അവനൊഴികവരാരാധ്യനേ ഇല്ല. ആയതിനാൽ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. കീഴ്വണക്കത്തെ മുഴുവനും അവനിലേക്ക് നിഷ്കളങ്കമായി തിരിച്ചുവിട്ടുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ച റബ്ബ് കൃത്യമായി തന്നെ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും കേൾക്കാറുള്ള യാഥാർത്ഥ്യമാണ്, ഈ ഭൂമിയെയും ആകാശത്തെയും പ്രപഞ്ചത്തെയും നമുക്ക് വേണ്ട എല്ലാ രൂപത്തിലും സംവിധാനിച്ച് സൃഷ്ടിച്ചു പരിപാലിച്ച് തന്നിട്ടുള്ളവൻ റബ്ബല്ലാതെ ആരുമില്ല എന്ന് ഇവിടുത്തെ മനുഷ്യരായി പിറന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഒരു മതത്തിനും അക്കാര്യത്തിൽ തർക്കമില്ല. ആകാശഭൂമികളുടെയും മറ്റെല്ലാത്തിന്റെയും സൃഷ്ടിപ്പ് അവൻ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അവനാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അതുകൊണ്ട് അവനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. ഈ ഒരു കൃത്യമായ തൗഹീദിന്റെ സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന സന്ദേശം, സഹാബിമാര് ഉൾക്കൊണ്ട സന്ദേശം, ആ സന്ദേശം അവർ ഉൾക്കൊണ്ട് നല്ല ഒരു കാലഘട്ടം കഴിഞ്ഞു പോയപ്പോൾ ഈ യഥാർത്ഥമായ പാതയിൽ നിന്ന് സമുദായം പിറകോട്ട് പോയി. ഞങ്ങളാണ് നബി തങ്ങളുടെ ആളുകളെന്നും ഞങ്ങളാണ് സ്വഹാബത്തിന്റെ പിന്തുടർച്ചക്കാരെന്നും അവകാശവാദം ഉന്നയിച്ചിരുന്ന കക്ഷികൾ തന്നെ നബി തങ്ങളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുന്ന് പഠിപ്പിക്കാത്തത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ റബ്ബിന്റെ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ചാർത്തിക്കൊടുത്തു. റബ്ബാണല്ലോ എല്ലായിടത്തും, അതേ എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ. അവനാണല്ലോ എല്ലാം കേൾക്കുന്നവൻ. അവനാണല്ലോ എല്ലാം അറിയുന്നവൻ. അവനാണല്ലോ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ. അതേ ഗുണവിശേഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടെന്ന് വാദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിറാണ്, നാദിറാണ്. എന്താണ് ഹാദിർ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെയും കൂടെയുണ്ട് പോലും. അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട് പോലും. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നുണ്ട് പോലും, കേൾക്കുന്നുണ്ട് പോലും. എല്ലാത്തിനും അവിടുന്ന് സാക്ഷിയാണ് പോലും. അവിടുന്ന് എല്ലാ സ്ഥലത്തും ഹാദിറാണെന്ന് പറഞ്ഞാൽ അതാണ് അവർ വിവരിച്ചത്. ഇനി അവിടുന്ന് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാദിറാണ്. നബിതങ്ങൾ ഹാദിറുമാണ്, നാദിറുമാണ്. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന ഏറ്റവും പഴച്ച വിശ്വാസത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ സമൂഹത്തിൽ നിന്ന് ഒരു ഈ ഭാഗത്തെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു. അതിനൊരുപാട് അപകടങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിരന്തരമായി വിളിച്ചു പ്രാർത്ഥിച്ച് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് നഗറുകളുണ്ടായി. നബിയെ, അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങളിവിടെ തടിച്ചുകൂടി അങ്ങയോട് പറയുന്ന സങ്കടം കേൾക്കുന്നില്ലേ തങ്ങളെ? ഞങ്ങളുടെ മനസ്സിലെ വിചാരവികാരങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ തങ്ങളെ നിങ്ങൾ അറിയുന്നില്ലേ? ഞങ്ങളുടെ മുഴുവൻ ഹാജത്തുകളും വീട്ടിത്തരണേ തങ്ങളെ എന്നിങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവാചകന്റെ
സ്ഥാനത്തിന്റെ താഴെയുള്ള ആളുകളോടും നിർബാധം വിളിച്ചു പ്രാർത്ഥന തുടങ്ങി. അമ്പിയാക്കളോടൊപ്പം ഔലിയാക്കളോടും ശുഹദാക്കളോടും സിദ്ദീഖീങ്ങളോടും സാലിഹീങ്ങളോടും ഇവരോടെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരൊക്കെ അവരന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥാനങ്ങളെ കെട്ടി ഉയർത്താൻ തുടങ്ങി. ഖബറുകൾ കെട്ടിപ്പടുക്കാനും കുമ്മായമിടാനും പെയിന്റടിക്കാനും അതിന്മേൽ തുണി കൊണ്ട് മൂടുവാനും അവിടെ ആദരിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുവാനും അതിന്മേൽ മുത്തുവാനും തടവുവാനും അവിടേക്ക് നേർച്ചകൾ സമർപ്പിക്കുവാനും അതിന്റെ ചുറ്റും കഅബ തവാഫ് ചെയ്യും പോലെ തവാഫ് ചെയ്യുവാനും അതുപോലെ തന്നെ അവരോട് സങ്കടം പറഞ്ഞുകൊണ്ട് കരയുവാനും തുടങ്ങി. ഈ രൂപത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ മുൻഗാമികളുടെ പാത വിട്ട് ഈ കക്ഷികൾ നീങ്ങിപ്പോയി. ഒരുപാട് ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിന്റെ മുമ്പാകെ അവർ കൊണ്ടുവന്നു. ലോകത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണത്രേ ചില മഹാന്മാരായ ആളുകൾ. അല്ലാഹുവിന് പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല. ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കാണാനാവാത്ത ചില അദൃശ്യ പുരുഷന്മാരാണ് പോലും. റിജാലുൽ ഗൈബ് എന്നാണ് അവർ അറബിയിൽ അതിന് പേരിട്ടത്. നമുക്ക് കാണാനാവാത്ത ചില പുരുഷന്മാര്, ചില അദൃശ്യ ശക്തികളാണത്രേ ലോകം കൺട്രോൾ ചെയ്യുന്നത്. ആ മഹാന്മാരാണത്രേ മഴ പെയ്യിപ്പിക്കുന്നത്. ആ മഹാന്മാരാണത്രേ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അതേ ഓരോ സന്ദർഭങ്ങളിലും റബ്ബിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, നമ്മുടെ ആവശ്യങ്ങളും വേവലാദികളും ആവലാദികളും ഉദൂ അടുത്തുകൊണ്ട് ഈ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് സലാം പറഞ്ഞ് അവരോട് സങ്കടം പറഞ്ഞ് അവരാണ് എല്ലാം നിയന്ത്രിച്ച് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നത് എന്ന അന്ധവിശ്വാസം നബിതങ്ങൾ പഠിപ്പിച്ചതാണോ, സഹാബത്ത് പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ലല്ലോ. ആ പാതയിൽ നിന്ന് പരിപൂർണമായി ഈ കൂട്ടരങ്ങ് വ്യതിചലിച്ചു പോയി. തീർന്നില്ല. മഹാന്മാരെ കുറിച്ച് ഒട്ടേറെ സങ്കല്പങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു. ഔലിയാക്കളെന്ന് പറയുന്നത് അവർക്ക് ഹറാമുകളില്ല ഹലാലുകളില്ല എന്ന് സാധാരണക്കാരന് തോന്നിക്കുന്ന നിരക്കുള്ള പ്രചരണങ്ങളുണ്ടായി. അതേ, സ്വർണം പുരുഷന് ധരിക്കൽ ഹറാമാണല്ലോ. എന്നാൽ മമ്പുറത്തെ തങ്ങൾ പാപ്പ സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു എന്ന് മമ്പുറത്തെ ഉപ്പാപ്പാനെ കുറിച്ചുള്ള മൗലിദിന്റെ കിതാബിൽ വരെ വളരെയേറെ മദഹെന്ന നിലക്ക് എഴുതി പിടിപ്പിച്ചു. പുരുഷന് ധരിക്കൽ ഹറാമായ പട്ടുവസ്ത്രം മമ്പുറത്തെ തങ്ങൾ ധരിക്കാറുണ്ടായിരുന്നു എന്ന് മൗലിദിൽ എഴുതിവിട്ടു. ഫജ്ർ നമസ്കാരത്തിന് പോലും പള്ളിയിൽ വരാതെ, ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിൽ വരാതെ അതേ മമ്പുറത്തെ കടവിലങ്ങ് മുങ്ങിയിട്ട് അങ്ങതാ ഹറമിൽ പോയിട്ടാണ് നിസ്കാരം നിർവഹിച്ചിരുന്നത്. ഇശാക്ക് നിസ്കാരത്തിന് അവിടെ പോയി സുബഹി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചെത്തുക എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇസ്ലാമിന് അന്യമായ നിലക്കുള്ള സങ്കല്പങ്ങൾ, അബദ്ധമായ വിശ്വാസങ്ങൾ മഹാന്മാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അവർക്ക് സ്വർണ്ണച്ചെയിന് ധരിക്കാം, അവർ നമസ്കരിക്കുന്നത് കണ്ടുകൊള്ളണമെന്നില്ല, അവർ നമസ്കരിക്കുന്നത് എപ്പോഴും ഹറമിലെ ഒന്നാം സസ്സിലാണ്. അതുപോലെ തന്നെ ഹറാമായ പലതും അവർ ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകമായ മർത്തബയാണ്, നമ്മൾ അവരെ കുറിച്ച് വിമർശിക്കാൻ പാടില്ല തുടങ്ങി ഒട്ടേറെ നിലക്കുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. ഇതൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞ തകരാറാണ്. നബിയും സഹാബത്തും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പിടിവള്ളിയിൽ നിന്ന് പിടുത്തമെന്ന് വിട്ടപ്പോൾ ഈ സമുദായത്തിലേക്ക് ചേക്കേറിയ അന്ധവിശ്വാസങ്ങളാണിവയെല്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ചില വകുപ്പുകളാക്കിക്കൊണ്ട് പരിവർത്തിപ്പിക്കപ്പെട്ടു. ഇസ്ലാമിലെ പുണ്യകർമ്മമായ സ്വലാത്ത് അഥവാ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്ന പുണ്യകർമ്മം അതിന്നൊരു വൻ വ്യവസായമായി കൊണ്ടിന്ന് പരിണമിച്ചു കഴിഞ്ഞു. ലക്ഷങ്ങൾ പിടുങ്ങുവാനും കോടികൾ പിരിച്ചെടുക്കുവാനും ഒരു സ്വലാത്ത് നഗർ തുടങ്ങാൻ എന്താണ് വഴിയെന്ന് സമസ്തയുടെ ഇരു കക്ഷികളും ആലോചിക്കുന്ന അവസ്ഥയോളം എത്തിപ്പോയി. ആളുകളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ട് എന്നവരെ എഴുതിവിട്ടു. ജനങ്ങളിൽ നിന്ന് ഭൗതികമായി പണപ്പിരിവ് നടത്തുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയും സ്വലാത്ത് ചൊല്ലിയാൽ കൂലിയുണ്ട് എന്നവരെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിട്ടു. അങ്ങനെ സ്വലാത്ത് നഗറുകൾ ഒരുപാട് പെരുകി വന്നു. ആ സ്വലാത്ത് നഗറുകളിലേക്ക് ആട്ടിച്ചലിച്ചു കൊണ്ടുപോകപ്പെട്ടു സ്ത്രീകളെ. ഏതാണ് ഈ സ്ത്രീ ഭാഗം? അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി ഒരു പെണ്ണ് പോയാൽ
ഹറാമിന്റെ ഫത്വ കൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന പുരോഹിതന്മാരുടെ സദസ്സുകളിലേക്കതാ രാപ്പകൽ വ്യത്യാസമില്ലാതെ, പാതിര വ്യത്യാസമില്ലാതെ, പുലരുവോളം ഉറക്കമിളച്ചുകൊണ്ടാണെങ്കിലും ഇസ്ലാമിന്റെ വേഷം പോലും പ്രശ്നമാക്കാതെ നേരം പുലരുവോളം ദർഗകളിലും മഖാമുകളിലും സ്വലാത്ത് നഗറുകളിലും മറ്റും അതാ അവർ പുറപ്പെടുന്നു. കാരണം അവരിൽ നിന്നും വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? സമസ്തയുടെ ഇരുവിഭാഗത്തിനും അഭിപ്രായം ചോദിച്ചാൽ രണ്ടു വിഭാഗവും ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങളോട് പറയും, വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യത്തിനും പെണ്ണ് പുറത്തിറങ്ങിക്കൂടാ, അതുകൊണ്ട് സ്വലാത്ത് നഗറിലേക്ക് ഏത് ഗ്രൂപ്പുകാരുടെ സ്വലാത്ത് നഗറിലേക്കാണെങ്കിലും പോകാൻ പാടില്ല എന്നിവർ പറയും, എന്നിവർ ജനങ്ങളോട് പറയും. എന്നാൽ അവരുടെ സ്വലാത്ത് നഗറുകളിലേക്ക് കൂലം കുത്തി ഒഴുക്കാണ് ആര്? സ്ത്രീകൾ. നേരം പുലരുവോളും പാതിരക്കും എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീകളുടെ ഒരു പ്രത്യേകമായ ഒഴുക്ക് തന്നെ ഇങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇതിനൊക്കെ എവിടെയാണ് സനദുള്ളത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ ജുമാ ഖുത്ബ പ്രാദേശിക ഭാഷയിൽ നടത്തിക്കഴിഞ്ഞാൽ അതാ വരുന്ന ഫത്വ ഹറാമിന്റെ ഫത്വയാണ് വരുന്നത്. ജുമാ ഖുത്ബ അന്യഭാഷയിൽ പാടില്ല, അറബിയിലല്ലാതെ പറ്റില്ല. സ്ത്രീകൾക്ക് പള്ളികളിൽ നമസ്കാരത്തിന് സൗകര്യം ഏർപ്പെടുത്തിയാൽ അതാ വരുന്നു വിരുദ്ധൻ ഫത്വ, പാടില്ല, ഹറാമാണ്. നമ്മൾ ആലോചിക്കണം. എന്നിട്ട് അവർ പറയും, ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇങ്ങനെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബയില്ല, സ്ത്രീകൾ ജുമാക്കോ ജമാഅത്തിനോ പങ്കെടുക്കുന്നില്ല എന്നവർ പറയും. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ലോകരാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളോട് ഇന്നത് പരത്തി പറയണോ? ഏത് രാജ്യത്തായി ഇന്ന് ഖുത്ബയുടെ പ്രാദേശികമായ ഭാഷയിൽ ഖുത്ബകളില്ലാത്തത്? അറബിയല്ലാത്ത ഭാഷകളിൽ തന്നെ ഖുത്ബ നിർവഹിക്കാത്ത ഏത് നാടാണുള്ളത്? മലേഷ്യയും സിംഗപ്പൂരുമൊക്കെ പലപ്പോഴും ഞങ്ങളുടെ രാജ്യങ്ങളാണെന്ന് മേനി പറയുന്നവരാണ് സമസ്തക്കാർ. മലേഷ്യ എന്ന് പറയുന്നത് അവിടെയുള്ള മദ്ഹബ് ശാഫി മദ്ഹബുകാരാണെന്നും അവിടെയുള്ള തരീക്കത്ത് ഞങ്ങളുടെ കേരളീയ തരീക്കത്ത് പോലെ അശ്ശരി തരീക്കത്താണെന്നും മദ്ഹബിലും ഫിഖ്ഹിലും ഞങ്ങളെപ്പോലെ ശാഫികളാണവരെന്നും ഊറ്റം നടിച്ചുകൊണ്ട് ധാരാളം പണപ്പിരിവിന് വേണ്ടി ഇരു സമസ്തയുടെ ആളുകളും മലേഷ്യയിലേക്ക് വണ്ടി കയറാറുണ്ട്, പ്ലെയിൻ കയറാറുണ്ട്. എന്താ മലേഷ്യയിലെ സ്ഥിതി? മലേഷ്യയിലെ സ്ഥിതി എന്താ? എല്ലാ പള്ളികളിലും അവിടെ ഖുത്ബ നിർവഹിക്കപ്പെടുന്നത്, എല്ലാ പള്ളികളിലും ഖുത്ബ നിർവഹിക്കപ്പെടുന്നത് അറബിയിലാണോ? അല്ല, മലായി ഭാഷ. മലേഷ്യക്കാരുടെ ഭാഷയായ മലായി ഭാഷയിലാണ് മലേഷ്യയിൽ ജുമാ ഖുത്ബ നടക്കുന്നത് മുഴുവനും. മാത്രമല്ല, ഇന്ന് മുജാഹിദുകളുടെ പള്ളികളിൽ നോക്കി പരിഹസിക്കുന്ന ആളുകളില്ലേ? മുജാഹിദുകളുടെ പള്ളികളിലതാ ഒരു കർട്ടൻ കൊണ്ട് തിരിച്ചിട്ടുണ്ടാകും, ഫാമിലി റൂമുണ്ട്. സ്ത്രീകൾക്കുള്ള നമസ്കാര സൗകര്യത്തെ പരിഹസിക്കുന്ന കക്ഷികളില്ലേ? അതേപോലെ തന്നെ 5 നേരവും ജമാഅത്തിന് പങ്കെടുക്കുന്ന പള്ളികളാണ് മലേഷ്യയിലെ ഈ ശാഫികളുടെ പള്ളികൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുള്ളവരോട് ഇനി അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവിടെ പോയവരോടൊന്ന് അന്വേഷിച്ചു നോക്കൂ, അവിടെ ജുമാ ഖുത്ബ ഏത് ഭാഷയിലാണ്? സ്ത്രീകൾ എല്ലാ വഖത്തിനും പള്ളിയിൽ വരാറുണ്ടോ? ഇതുപോലെ എത്രയെത്ര വിഷയങ്ങളുണ്ട് സഹോദരന്മാരെ. ഓരോന്നിലേക്കും പരത്തി പറയാൻ എനിക്ക് സമയമില്ല. ജനാസ കൊണ്ടുപോകുമ്പോൾ അതാ ഉച്ചത്തിൽ ദിക്റ് ചൊല്ലുന്നു. ജനാസ നമസ്കാരത്തിന് ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്ത്രീകൾ മയ്യത്ത് നമസ്കാരത്തിന് തയ്യാറായാൽ തന്നെയും ആ സ്ത്രീകളെ അതിൽ നിന്ന് തടയുന്നു. പെണ്ണ് മയ്യത്ത് നമസ്കരിച്ചുകൂടാ എന്ന പ്രത്യേകമായ ഫത്വ വരുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ പേരിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് ധാരാളക്കണക്കിന് ആളുകളുടെ പേരിലേക്ക് ഇലാഹദറത്തി എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ ഒട്ടേറെ പരേതാത്മാക്കളുടെ പേരിലേക്ക് ആ ഫാത്തിഹയുടെ കൂലി ഹദിയ ചെയ്യുന്നു. ചോദിക്കട്ടെ സഹോദരന്മാരെ, ഞാനിവിടെ എണ്ണിപ്പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇവക്കൊക്കെ എന്താണ് സനദുള്ളത്? മാ അന അലൈഹി യൗമ വസ്വഹാബി, ഞാനും എന്റെ സഹാബിമാരും നിലക്കൊണ്ട മാർഗമെന്ന് പറയുമ്പോൾ ആ നബിതങ്ങളിലേക്ക് സഹാബിമാര് മുഖേന എത്തിച്ചേരുന്ന കണ്ണിമുറിയാത്ത, കളവ് പറയുന്നവരില്ലാത്ത കൃത്യമായ നിലക്കുള്ള പരമ്പരയോടുകൂടെ തെളിയിക്കപ്പെടേണ്ടതല്ലേ? മുടിക്ക് മാത്രം മതിയോ സനത്? അതേ തൊട്ടപ്പുറത്തുള്ള പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിലെ ആളുകൾ അവര് സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, കാന്തപുരം വിഭാഗത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുടിക്ക് സനതെവിടെ?
നബിതങ്ങളിലേക്ക് എത്തുന്ന കുറ്റമറ്റ സനദെവിടെ? പരമ്പര എവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ ഈ മുടിനാരിഴകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് ഉറപ്പ് വരണമെങ്കിൽ അവിടേക്ക് എത്തുന്ന സനദ് പറയൂ, അതിന്റെ കൃത്യമായ രേഖ പറയൂ. ആ സനദിൽ ഒരു കള്ളന്മാരും കളവ് പറയുന്നവരും സത്യസന്ധരല്ലാത്തവരും ഉണ്ടാകാത്ത നിലക്ക് കണ്ണിമുറിയാത്ത പരമ്പര പറയൂ എന്ന നാടിനീളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ EK സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാർ ചോദിച്ചു നടന്നു. ഈ രണ്ട് കൂട്ടരോടും നമുക്കൊന്ന് ചോദിക്കാനുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതാണ് ഇസ്ലാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണ് ഇസ്ലാം എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വാദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാനിവിടെ എണ്ണി പറഞ്ഞതും അല്ലാത്തതുമായ കാര്യങ്ങൾ, ഇവക്കൊക്കെ കുറ്റമറ്റ പരമ്പര എവിടെ? നബിതങ്ങളിലേക്ക് എത്തുന്ന സനദെവിടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു ജാറവും ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ലല്ലോ. ഒരു ജാറവും കെട്ടി ഉയർത്തി അവക്ക് പടുത്തുകൊണ്ട് പെയിന്റടിച്ച് തുണി മൂടിയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് നേർച്ചകളും കാണിക്കകളും സമർപ്പിച്ചിട്ട് അവക്ക് ചുറ്റും തവാഫ് നടത്തിയിട്ട് അവക്കിടെ കബറുകൾ സമീപത്ത് പോയിക്കൊണ്ട് ബലിയാടുകളെ ബലിയർപ്പിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കുള്ള സനദെവിടെ? ആയിരക്കണക്കിന് വിഷയങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാര് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഇസ്ലാം, ഇതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട സമൂഹത്തിന്റെ മുമ്പിൽ ഇതാണ് ജനങ്ങളെ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പറയണം നിങ്ങൾ സമൂഹത്തോട്. ഇവക്കൊക്കെ നബിതങ്ങളിലേക്ക് സഹാബിമാര് മുഖേന എത്തുന്ന സനദെവിടെ? ഒരെണ്ണത്തിനും സനദ് കാണാൻ സാധ്യമല്ല. സഹാബത്തോ നബിയോ റബ്ബിനോടല്ലാതെ തേടിയിട്ടില്ല, റബ്ബിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ജാറവും കെട്ടിപ്പടുത്ത് ഉത്സവം നടത്തിയിട്ടില്ല, വിളക്ക് കത്തിച്ചിട്ടില്ല, മുത്തിയിട്ടില്ല, തടവിയിട്ടില്ല. മറിച്ച് ജാറും മുത്തലും മണക്കലും തടവലുമൊക്കെ മിന്നാദത്തിൽ യഹൂദി വന്നസാറ, യഹൂദി നസറാനികളുടെ സമ്പ്രദായമാകുന്നു. ഇത് പറയാത്ത കിതാബുകളുണ്ടോ? ഇതെഴുതി വെച്ചിട്ടില്ലാത്ത ഫിഖ്ഹി ഗ്രന്ഥങ്ങളുണ്ടോ? അതെ, ഈ നിലക്ക് എന്റെ സഹോദരങ്ങളെ ഞാൻ ആ കാര്യം ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ആ മാനദണ്ഡത്തിൽ നിന്ന് ഈ കക്ഷികൾ ഇതുപോലെയുള്ള ഒട്ടേറെ പഴച്ച വിശ്വാസങ്ങളും ആചാരങ്ങളുമായിക്കൊണ്ട് തൗഹീദിൽ മായം കലർത്തിക്കൊണ്ട് ഇസ്ലാമിതാ ഞങ്ങളുടെ കയ്യിൽ എന്ന് പറയുകയും ആ ഇസ്ലാമിനെ വട്ടപൂജ്യമാകുന്ന ഒരവസ്ഥയിൽ ഇസ്ലാം അവരുടെ കൈകളിൽ നിന്ന് ചോർന്നു പോവുകയും ചെയ്തപ്പോൾ രണ്ടാമതാ മറ്റൊരു കക്ഷി സമ്പൂർണ്ണ ഇസ്ലാം ഞങ്ങളുടെ കയ്യിലാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന മറ്റൊരു കക്ഷി, അവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവകാശവാദത്തിന് ഒട്ടും കമ്മിയില്ല. മുജാഹിദുകളോടും കേരളത്തിലെ മുസ്ലിമീങ്ങളോടും അവർ ആണയിട്ട് പറയും, ഓ കേരളീയ സമൂഹമേ, നിങ്ങളുടെ കയ്യിലുള്ള ഇസ്ലാം കേവലം ചില പൂജപ്പാട്ടുകളും കേവലം ചില വണക്കങ്ങളും മാത്രമാണ്. സമ്പൂർണമായ നിലക്കുള്ള മതം നിങ്ങളുടെ കയ്യിലില്ല. സമ്പൂർണ്ണ മതം ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കക്ഷി അവര് സമൂഹത്തിന്റെ മുമ്പിൽ അവർ അവകാശപ്പെടുന്നു, ഞങ്ങളുടെ കയ്യിലാണ് ഇസ്ലാം ഉള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ഞങ്ങളുടെ കയ്യിലാണ്. സമ്പൂർണമായ നിലക്ക് കൊണ്ട് നടക്കുന്നവർ ഞങ്ങൾ മാത്രമാണ്. മാത്രല്ല, സാധാരണ ജമാഅത്തുകാര് മുജാഹിദുകളെ കുറിച്ചൊരു പരാതിയുണ്ട്. എന്താ? മുജാഹിദുകൾ എല്ലാവരെയും കാഫിറാക്കുകയാണ്, മുശ്രിക്കാക്കുകയാണ്, അവർക്കതാണ് പണി. എന്നാ നിങ്ങൾ പഠിച്ചോ, മൗദൂദികളാണ് കേരള മുസ്ലിമീങ്ങളെ മൊത്തം മുശ്രിക്കും കാഫിറുമാക്കിയത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിലതാ 1940കളിൽ അതേ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളിലും പിൽക്കാലത്തുണ്ടായ രാഷ്ട്രീയമായ ഒരുപാട് കൂട്ടുകെട്ടുകളും സഖ്യങ്ങളും
അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളും വോട്ടിങ്ങുകളും സ്ഥാനാർത്ഥികളെ നിർത്തലും അതുപോലെ തന്നെ ജയാപരാജയങ്ങളുമൊക്കെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രാഷ്ട്രീയമായ രംഗത്ത് നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കാതെ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമികമായ രാജ്യമല്ലല്ലോ, ഇവിടെ മതേതര രാജ്യമാണ്. ഒരുപാട് മതക്കാരി ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നുണ്ട്. ഇവിടെയുള്ള പാർലമെന്റുകളിലും നിയമസഭകളിലും അതേ മുസ്ലിമീങ്ങൾക്ക് പ്രാതിനിധ്യം കഴിയുന്നത്ര ഉണ്ടായാലേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലക്കുള്ള ആനുകൂല്യങ്ങളെങ്കിലും നേടിയെടുക്കാൻ പറ്റൂ എന്ന നിലക്ക് ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് യുദ്ധം നടക്കുമ്പോൾ, ബാലറ്റ് യുദ്ധം നടക്കുമ്പോൾ സമ്മതിദാനാവകാശം എന്ന് പറയുന്ന വോട്ട് ചെയ്യാനുള്ള അവകാശം അതെല്ലാ മുസ്ലിമീങ്ങളും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് കഴിയുന്നത്ര നല്ലവരായ സ്ഥാനാർത്ഥികളെ നോക്കി നിർത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് കിട്ടാനുള്ള അവകാശങ്ങളെ നേടിയെടുക്കുന്നതിൽ കണ്ണി ചേരണം എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ കേരളീയ ജനങ്ങളോട് പറഞ്ഞപ്പോൾ കേരളത്തിലതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓതിക്കൊണ്ട് ഒരപശബ്ദം പുറപ്പെടുവിച്ച പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാതിരിക്കലോ സ്ഥാനാർത്ഥിയെ നിർത്തലോ നിർത്താതിരിക്കലോ അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമുക്കതൊന്നൊരു പ്രശ്നമില്ല. ആർക്കും പാർട്ടി ഉണ്ടാക്കാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ജയിക്കാം, തോൽക്കാം, മന്ത്രിയാവാ, MLA ആവാ, MP ആകാം, അതൊന്നൊരു വിഷയമല്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ഓതിക്കൊണ്ട് പാർട്ടി ഉണ്ടാക്കുന്നു, പാർട്ടിയെ എതിർക്കുന്നു, വോട്ട് ചെയ്യുന്നു, ചെയ്യാതിരിക്കുന്നു, സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, നിർത്താതിരിക്കുന്നു, മൂല്യം കണക്കാക്കുന്നു, മൂല്യം ഇല്ല എന്ന് പറയുന്നു. എല്ലാത്തിന്റെയും മാനദണ്ഡം എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വോട്ട് ചെയ്യാൻ പോയ നമ്മുടെ ഉമ്മപെങ്ങന്മാര്, നമ്മുടെ കാരണവന്മാര് LP സ്കൂളുകളുടെയും UP സ്കൂളുകളുടെയും മുമ്പിൽ വടിയും കുത്തി കൂനിപ്പിടിച്ചു നിന്ന നമ്മുടെ ഉമ്മപെങ്ങന്മാരുടെ ഒരുപാട് നീണ്ട നിര, ആ നിരയെ നോക്കിക്കൊണ്ട് ജമാഅത്തുകാരൻ പറഞ്ഞു, എല്ലാവരും ശിർക്കിലേക്ക് പോകുന്നു, എല്ലാവരും കുഫ്ർ ചെയ്യാൻ പോകുന്നു. ആരാ സമൂഹത്തെ മുശ്രിക്കാക്കിയത്? ആരാണ് കാഫിറും മുശ്രിക്കും അല്ലാത്തവരെ നോക്കിയിട്ടതാ ശിർക്കൻ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം എന്താണ് പ്രശ്നം. മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സഹാബത്തും എന്ന് പറയുന്ന മാനദണ്ഡത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ അബുൽ അഅ്ലാ മൗദൂദി സാഹിബിന്റെ മസ്തിഷ്കത്തിൽ ഉദയം ചെയ്ത ചില പ്രത്യേകമായ സിദ്ധാന്തങ്ങളും ആശയങ്ങളും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ആദർശമങ്ങ് അട്ടിമറിക്കപ്പെട്ടു. എന്താണ് അവർ സമൂഹത്തിന്റെ മുമ്പാകെ എഴുതിയത്? നമ്മൾ മനസ്സിലാക്കണം. തൗഹീദിനെതിരാണെന്ന് പറഞ്ഞത് എന്താണ്? ആധുനിക ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന അതിശക്തമായ വെല്ലുവിളികളിൽ ഒന്നാണ് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾ കാണുന്ന സിദ്ധാന്തം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനവും അത് തന്നെ. ജമാഅത്തെ ഇസ്ലാമി എഴുതിയതാ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കുറച്ച് വിഷയം മനസ്സിലാകുമ്പോ ജമാഅത്തുകാരെപ്പോഴും സാഹിത്യത്തിൽ കൂടിയാണ് വിഷം കലർത്തുക. അപ്പൊ ആ സാഹിത്യം ഒന്നും മനസ്സിലാക്കി ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാവണം. എന്താ ഈ പറയുന്നത്, എന്താണ് ആ പറഞ്ഞത് എന്നൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങുമിങ്ങുമായി പോകാതെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. തൗഹീദിനെതിരാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഭരണഘടന, അതിന്റെ അടിസ്ഥാനവും. കാരണം എന്താ? ഇവിടെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണ്. ഈ രൂപത്തിലുള്ള നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്ക് വകവെച്ചു കൊടുത്ത് ഇവിടെയുള്ള ഭരണകൂടത്തെ താഗൂത്തെന്ന് വിളിച്ച് ആ ഭരണകൂടത്തിന് അനുകൂലിക്കുന്ന വോട്ട് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ശിർക്കും കുഫറുമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മുസൽമാൻ ഒരു നിലക്കും ഇവിടുത്തെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒന്നിനോടും മതേതരത്വത്തോടും ജനാധിപത്യത്തോടും ഒരു നിലക്കും അനുഭാവം പുലർത്തിക്കൂടാ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചയാളാണ് അബുൽ അഅ്ലാ മൗദൂദി സാഹിബ്. അവിടെയാണ് പ്രശ്നം. ഇതാണ് ഇസ്ലാം എന്നതാണ് നമ്മുടെ വിഷയം കേട്ടോ. ജമാഅത്തുകാരുടെ കയ്യിലുള്ള ഇസ്ലാം ഇസ്ലാമാണോ? ജമാഅത്തുകാരന്റെ കൊണ്ടു നടക്കുന്ന ഇസ്ലാം ഇസ്ലാമാണോ? അതാണ് ചിന്തിക്കേണ്ടത്. കേട്ടോളൂ.
അബുൽ മൗദൂദി സാഹിബ് പറഞ്ഞു, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. എന്റെ വാക്കല്ല, മൗദൂദി സാഹിബിന്റെ വാക്കാണ്. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം അഥവാ ഇന്ത്യയിൽ നിന്ന് നിലവിലുള്ള നമ്മുടെ ഈ സെറ്റപ്പ്, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങളുടെ ഇസ്ലാമിന് വിരുദ്ധമാണ്. മുസ്ലിമിന് അത് ഉൾക്കൊള്ളാൻ കഴിയൂല, മുഅ്മിനിന് അതുമായി അനുഭാവം പുലർത്താൻ കഴിയൂല. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാൽപന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനിനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. ഖുർആനിനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും അതിന്റെ മുമ്പിൽ തലകുനിക്കുന്നത്. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ ഓരോ വാചകങ്ങളും ശ്രദ്ധിച്ചോളണം. തൊട്ടടുത്തല്ലേ ശാന്തപുരം കോളേജ്, തൊട്ടടുത്തല്ലേ